ഇവർക്കായിട്ടൊരു വാക്ക് പറഞ്ഞായിരുന്നു ഇവർക്ക് ഫർണിച്ചർ കൊടുക്കുമെന്ന്. കായംകുളത്തുനിന്ന് ഉറക്കാട് വരെ ഇവർ കഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ. അമ്മയ്ക്കും മക്കൾക്കും എല്ലാം നമുക്ക് ഓരോ കട്ടിൽ കൊടുക്കാം കേട്ടോ. അടുത്ത ദിവസം തീർച്ചയായിട്ടും കൊടുക്കും. വാക്ക് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും. പിന്നെ അമ്മയ്ക്ക് കട്ടിലില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്കൊരു കട്ടിൽ, അമ്മയ്ക്കാ കട്ടിൽ കേട്ടോ. ഹോസ്പിറ്റൽ കട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് അവരോട് പറഞ്ഞാണ് ഒരു കട്ടിലും സാധനങ്ങളും ഒക്കെ കൊടുക്കുമെന്ന്. ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. നമുക്ക് റിവേഴ്സ് എടുക്കാം. ഇവിടെ വെച്ച് ഇറക്കാം നമുക്ക് സാധനം. നമസ്കാരം. ഇന്ന് വലിയൊരു സന്തോഷമാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് പലരും ചോദിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ മക്കളോട് കഴിഞ്ഞ പ്രാവശ്യം ഈ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഇവർക്ക് ഇനി വരുമ്പോൾ ഫർണിച്ചർ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അഡോക്ക് ഫർണിച്ചറാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ഇക്കാക്ക് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരു വണ്ടി നിറച്ച് ഫർണിച്ചറാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ ഈ ഒരു മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ഇവർക്കൊരു വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇന്ന് ഇവർക്കൊരു വീടുണ്ട്, പക്ഷേ ആ വീട്ടിൽ കാലിയായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി നിറച്ച് ഫർണിച്ചറും 2 സ്റ്റാഫിനെയും ഒരു വണ്ടിയൊക്കെയാണ് തന്നു വിടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സ്നേഹവും സഹായവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കൊരു വീട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റി അല്ലേ. ഇവിടുന്ന് പോയപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? എന്താ പറഞ്ഞേ? എന്തോ സാധനം കൊണ്ട് തരാമെന്ന്. കട്ടിലും സാധനങ്ങളും കൊണ്ട് ഇനി വരുത്തോളെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കടയിലെ ഇക്കാക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അതൊരു വിഷമം എനിക്ക് കേട്ടോ. ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. സാധനം കൊടുക്കാൻ ഇതുവരായിട്ടും പറ്റിയില്ലല്ലോ. ഒന്ന് പിറ്റേ ദിവസം തരാമെന്നും പറഞ്ഞല്ലേ പോയത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഇതും കയറ്റി വെക്കാം. വീട് നിറച്ച് ഫർണിച്ചർ കൊടുക്കാൻ പോലേക്കാ. അതും അർഹതപ്പെട്ട കൈകളിൽ കൊടുക്കുന്നതിലൊരു സന്തോഷമുണ്ട്. ഇത് ഡബിൾ ഡോറിൻ്റെ അലമാരയാണ് കേട്ടോ. ഒരു വണ്ടിയും 2 സ്റ്റാഫിനെയും കൂടെ എനിക്ക് പറഞ്ഞു വിട്ടത് കേട്ടോ. അതും കായംകുളത്തുനിന്ന് ഉറക്കാട് വരെ ഇവർ കഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ. അത്ര ദൂരം അല്ലേ? കറ്റാനത്തുനിന്ന്, അതുതന്നെ കായംകുളം കറ്റാനത്തുനിന്ന് ഇത്രയും ദൂരം അവർ ഓടി വന്നു. ഒരു അലമാരയും കൂടെ തരാവേ. ഒന്ന് പിടിച്ചു കേട്ടോ. എന്തോ പറ്റി? ഇത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട സ്ഥലത്തെ. എവിടെ വെക്കേണ്ടത് പറഞ്ഞോ. കട്ടിലേ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതാണേ. ഇപ്പം സെറ്റ് ചെയ്യാതെ